ഒരിക്കൽ ഒരു നഗരത്തിൽ കിലോമീറ്ററുകളോളം ട്രാഫിക് തടസ്സം. ഇപ്പൊ ട്രാഫിക് തടസ്സം എന്നുള്ളത് സാധാരണ സംഭവമായിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന കോഴിക്കോട് മാങ്കാവിലാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഒരു ചടങ്ങിന്, ഒരു ഫംഗ്ഷന് പ്രസംഗിക്കാൻ പോവുകയാണ്. അപ്പൊ മനസ്സിനകത്ത് 20 മിനിറ്റ് നേരത്തെ ദൂരമേ ഉള്ളൂ. പക്ഷെ അത് മതിയാവില്ല. കാരണം ഇതങ്ങോട്ട് കടന്നു കിട്ടണമെങ്കിൽ ബൈപ്പാസ് കടന്നു കിട്ടിയാൽ അത്ര വലിയ ട്രാഫിക് തടസ്സം. പക്ഷെ ഇങ്ങനെ അല്ലാത്ത സമയത്തും ട്രാഫിക് തടസ്സം ഉണ്ടായിരുന്നു. ഇത്രയും ഒരു വീട്ടിൽ 4 വാഹനമാണ്. ഇപ്പോ ഇങ്ങനെ വാഹനമില്ലാത്ത കാലത്തും ട്രാഫിക് തടസ്സം ഉണ്ടായിരുന്നു. വിഷയം തത്വചിന്താപരമായതുകൊണ്ട് ആ ട്രാഫിക് തടസ്സത്തിന്റെ കാര്യമാണ് പറയുന്നത്. രാമനാട്ടുകരയിൽ കോഴിക്കോട് വരെ തടസ്സം 4 മണിക്കൂർ. എത്ര പോലീസ് ഇടപെട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോണില്ല. സാധാരണഗതിയിൽ ആസ്പത്രിയിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നവരും ആ പെട്ടെന്ന് ആസ്പത്രി എത്താനുള്ള വാഹനത്തിൽ വരുന്നു, വാഹനം മുന്നോട്ട് നീങ്ങുന്നില്ല. ചിലപ്പോ വാഹനത്തിൽ വെച്ച് മരണം ഉണ്ടാകുന്നു. പ്രസവിക്കാൻ ആസ്പത്രിക്ക് കൊണ്ടുപോവുകയാണ്. ഇത്തരം വലിയ തടസ്സം വന്നാൽ എന്താ ചെയ്യുക? ചിലപ്പോ വാഹനത്തിൽ പ്രസവിക്കേണ്ട സ്ഥിതി വരും. ഒരാള് കണക്കെടുത്താൽ, ഒരു ട്രാഫിക് തടസ്സത്തിന് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം എടുത്താൽ ഒരു 3000 എന്ന് വെക്കുക. 3000 ആള് ബുദ്ധിമുട്ടി. പെട്ടെന്ന് ഞാൻ ട്രാഫിക്കിനെ കുറിച്ചാണ് പറയണമെന്ന് തോന്നാം. ഞാൻ പറയുന്ന വിഷയത്തിന്റെ ക്ലൈമാക്സ് ട്രാഫിക് അല്ല, പതിവ് പോലെ വേറെ വിഷയത്തിനേക്കാൾ ചാടും. 3000 പേര് ഇന്ന് രാവിലെ ബുദ്ധിമുട്ടി. രോഗികള് മരിച്ചു. ആസ്പത്രിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗർഭിണിയെ ബാധിച്ചു. കുട്ടികളുടെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. എയർപോർട്ടിൽ എത്തിയില്ലെങ്കിൽ ഒക്കെ സമയത്ത് വിമാനം പോവില്ലേ? എയർപോർട്ട് പോണവരുടെ ടെൻഷൻ എന്താ? എത്ര മണിക്കൂർ നേരത്തെ പുറപ്പെട്ടിരുന്നാലും ശരി, ഒരു 4 തടസ്സം വരുമ്പോൾ എന്ത് സംഭവിക്കും? ശരി, ഈ തടസ്സത്തിന്റെ കാരണം ഇപ്പം എന്താ? ട്രാഫിക്കിന്റെ എണ്ണം വർദ്ധിച്ച കാലത്തല്ല, അധികം എണ്ണം ഇല്ലാത്ത കാലത്ത് നമ്മൾ അനവധി ട്രാഫിക് തടസ്സങ്ങൾ അനുഭവിച്ചല്ലോ. ഒരു വ്യക്തി അന്വേഷിക്കുന്നു, എവിടെയാണ് തടസ്സം? ഇവിടെയല്ല, ബാക്കിലത്തെ വണ്ടിയോട് ചോദിച്ചാൽ മതി. ആ വണ്ടിക്കാരനെ വിളിച്ച് എന്താണെന്ന് ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല. ആ അടുത്ത വണ്ടിക്കാരനോട് ചോദിച്ചു, ഒരു പിടുത്തവുമില്ല, ബ്ലോക്കാണ്, എന്താ കാര്യം എന്നറിയില്ല. വലിയ കാരണങ്ങളുടെ അഗാധതയിലേക്ക് നമ്മളൊന്ന് പോവുക. ചില സൂക്കട് എങ്ങനെ ഈ രോഗമുണ്ടായി എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന പോലെ അഗാധതയിലേക്ക് പോകുമ്പോൾ ആദ്യം ബ്ലോക്ക് ഉണ്ടായിടത്തിലെത്തി. അതുവരെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. എന്താ കാര്യം? ഒരു വാഹനം ഓടിച്ചു വരുന്ന ഒരാള് എതിരായിട്ട് വരുന്നവര് അങ്ങോട്ട് ഇടിച്ചു എന്നുള്ള സ്റ്റേജെത്തി, ബ്രേക്ക് ഇട്ടു. ഈ വണ്ടിയിരിക്കുന്ന ആള് അപ്പുറത്തെ വണ്ടിയിരിക്കുന്ന ആളോട് വെച്ചു, എന്താണടാ കണ്ണ് മുഖത്തല്ലേ? ഈ ഒരു ചോദ്യമുണ്ടാക്കിയ റിയാക്ഷനാണ് ഈ അനുഭവിച്ചൊക്കെ. കണ്ണ് മുഖത്ത് തന്നെയാണ് എല്ലാവരുടെയും. അതൊരു അനാവശ്യമൊന്നുമല്ല. പക്ഷെ ഒരു പ്രത്യേക ടോണില് എന്താണടാ കണ്ണ് മുഖത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ എത്ര സുദീർഘമായ റിയാക്ഷൻ ഉണ്ടായി സമൂഹത്തില് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ട്രാഫിക്കിനെ വിസ്മരിക്കൂ. ഓരോരുത്തർ സംസാരിക്കുമ്പോഴും
ആ ടോൺ മാറുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ ചെന്നാൽ ഇതിന്റെ തിരിച്ചടിയായിട്ട് ആരോടെങ്കിലും കലഹിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിയായിട്ട് അവിടെ ഉള്ളവരോട് കലഹിക്കുന്നുണ്ട്. ഭാര്യ വേണ്ടാത്ത വർത്താനം പറഞ്ഞാൽ ഭർത്താവ് കീഴുദ്യോഗസ്ഥന്മാരെ മുഴുവൻ ശകാരിക്കുന്നുണ്ട്. നേരെ തിരിച്ചും വരും. നമ്മുടെ വീട്ടുകലഹം, ചുറ്റുമുള്ളവര് അവര് പറയുന്ന വാക്കുകൾ, ആ പറയുന്നതിന്റെ ടോൺ ഒന്ന് മാറുമ്പോഴേക്കും 3000 പേർക്ക് പ്രഭാതത്തിന് തടസ്സം ഉണ്ടാക്കാനുള്ള കാരണം എന്താണടാ കണ്ണ് മുഖത്തല്ലേ എന്നൊരു ചോദ്യം. മുഖത്തല്ലെങ്കിൽ നീ എന്ത് ചെയ്യപ്പെടാന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അതിന്റെ മുകളിൽ വേറെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും. സാധാരണഗതിയിൽ ഡയലോഗില് സീരിയലിന് സിനിമയ്ക്കൊക്കെ ഡയലോഗ് ശീലമുള്ളവർക്കറിയാം, വലിയ ഡയലോഗ് അവസാനത്തേക്ക് വയ്ക്കും. ആദ്യം ചെറുത്, പിന്നെ അതിന്റെ മുകളിൽ അവസാനത്തെ ഡയലോഗ് കേൾക്കുമ്പോഴേക്കും അടിക്കും. അങ്ങനെയാണ് അതിന്റെ ഓർഡർ. നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്. നാം പറയുന്ന ഒരു വാക്ക് വരെ ബാക്കിയുള്ളവരിൽ ചലനം ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വാക്ക് കേട്ട അയാൾ ക്ഷോഭിക്കാതെ പോയിട്ടുണ്ടാവും. പക്ഷെ വീട്ടിൽ പോയുള്ള അയാളുടെ കുട്ടിയെ തല്ലാനുള്ള കാരണം നമ്മുടെ ഒരു വാക്കായിരിക്കും. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.